ആപത്ത് ഒഴിഞ്ഞുപോയി സർവ്വ അഭീഷ്ടങ്ങളും സാധിക്കുന്നതിനും ജീവിത വിജയത്തിനും ആദിത്യ ഹൃദയമന്ത്രം ശാരീരികവും മാനസികവുമായ ശുദ്ധിയോടെ 1 മാസമെങ്കിലും ചൊല്ലുക. അഗസ്ത്യ മഹർഷി ശ്രീരാമദേവനെ ഉപദേശിച്ചതാണ് ഈ മന്ത്രം. രാമരാവണ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ രാവണനെ കൊല്ലാൻ ഉപായമൊന്നും കാണുന്നില്ലല്ലോ എന്ന് ശ്രീരാമദേവൻ ചിന്തിച്ചു. സർവശക്തനായ ഭഗവാൻ വിചാരിച്ചാൽ നിമിഷാർത്ഥം കൊണ്ട് രാവണനെ കൊല്ലാൻ സാധിക്കും. എന്നാൽ മനുഷ്യനായി അവതരിക്കുമ്പോൾ എല്ലാ മാനുഷിക ഭാവങ്ങളും കാണിക്കണമല്ലോ. രാവണൻ്റെ 100,000 തലകൾ ഛേദിച്ചെങ്കിലും 10 തലകൾ വീണ്ടും കാണാറായി. രാവണൻ്റെ തപോബലം അപാരം തന്നെയെന്ന് ശ്രീരാമദേവൻ ചിന്തിച്ചു. ഈ സമയത്ത് അഗസ്ത്യ മഹർഷി ആകാശത്ത് നിന്ന് സൂര്യതുല്യമായ ശോഭയോടെ ശ്രീരാമൻ്റെ തേരിൽ ഇറങ്ങി നിന്നു. ശ്രീരാമൻ മുനിയെ വന്ദിച്ചു. അദ്ദേഹം ശ്രീരാമദേവന് ആദിത്യ ഹൃദയമന്ത്രം ഉപദേശിക്കുകയും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അറിയിക്കുകയും ചെയ്തു. സന്താപനാശകരായ നമോ നമോ, അന്ധകാരാന്ധകരായ നമോ നമ, ചിന്താമണി ചിദാനന്ദായ തേ നമ, വിഹാരനാശകരായ നമോ നമ, മോഹവിനാശകരായ നമോ നമ, ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാം കാന്തിരൂപായ തേ നമ, സ്ഥാവര ജംഗമാചാര്യായ തേ നമോ, ദേവായ വിശ്വൈക സാക്ഷിണേ തേ നമ, സത്വപ്രധാനായ തത്വായ തേ നമ, സത്യസ്വരൂപായ നിത്യം നമോ നമ. ആദിദൈവികവും ആദിഭൗതികവുമായ ദുഃഖങ്ങളും മറ്റാപത്തുകളും എല്ലാം ഇല്ലാതാകും. ശത്രുക്കൾ നശിക്കും, രോഗം ഭേദമാകും, ആയുസ്സും സൽകീർത്തിയും വർദ്ധിക്കും. അതിനു വേണ്ടുന്നത് ഈ ആദിത്യ ഹൃദയമന്ത്രം ഭക്തിപൂർവം ജപിക്കുക എന്നുള്ളതാണ്. ആദിത്യൻ എന്ന ദേവൻ തന്നെയാണ് ദേവകൾ. സ്വന്തം രശ്മികൾ കൊണ്ട് 14 ലോകങ്ങളും രക്ഷിക്കുന്നതും പ്രളയകാലത്ത് എല്ലാം ഭക്ഷിക്കുന്നതും ഈ സൂര്യദേവൻ തന്നെയാണ്. വേദാന്തവേദ്യനായ വേദാത്മകനാണ് ഈ ആദിത്യൻ. വേദാർത്ഥ വിഗ്രഹനും വേദജ്ഞന്മാരാൽ സേവിക്കപ്പെടുന്നവനുമായ ഈ ആദിത്യൻ പൂഷാവ്, വിഭാകരൻ, മിത്രൻ, പ്രഭാകരൻ തുടങ്ങിയ അസംഖ്യം നാമങ്ങളാൽ അറിയപ്പെടുന്നു. ജ്ഞാനസ്വരൂപനും അജ്ഞാനനാശകനുമായ ഈ ദേവനെ നിത്യവും ധ്യാനിച്ചുകൊള്ളുക. ഭക്തിപൂർവം മന്ത്രജപത്തോടുകൂടി നമസ്കരിച്ചുകൊള്ളുക. സൗരയൂഥത്തിൻ്റെ തേരാളിയും നായകനുമാണ് സൂര്യഭഗവാൻ. പ്രപഞ്ചത്തിൻ്റെ കണ്ണുകളാണ് സൂര്യചന്ദ്രന്മാർ. സൃഷ്ടിസ്ഥിതി സംഹാരത്തിൻ്റെ സൂത്രധാരൻ കൂടിയാണ് ദിനകരൻ. ജീവജാലങ്ങളുടെ എല്ലാം കാരണവർ. നിൽക്കുന്ന സ്ഥാനത്ത് നിന്നും 1 ഇഞ്ച് മാറിയാൽ പോലും പ്രകൃതി ചുടലക്കളമായി മാറും. ജീവജാലങ്ങൾ ഒരു കുന്നുചാരമായി മാറും. സുഷുപ്തിയിൽ നിന്ന് പ്രാണനെ ജാഗ്രതയിലേക്ക് ദിവാകരൻ നയിക്കുന്നു. അജ്ഞാനം അന്ധകാരമാണ്, അറിവാകട്ടെ സൂര്യനെ പോലെ ജ്വലിക്കുകയും ചെയ്യും. അഗസ്ത്യ മഹർഷി കൊടുത്ത ബ്രഹ്മാസ്ത്രം കൊണ്ടാണ് ശ്രീരാമദേവൻ രാവണനെ നിഗ്രഹിച്ചത്. 8 ഭാഗങ്ങളിലായി പറഞ്ഞ രാമായണ മാഹാത്മ്യം ഇതോടെ അവസാനിക്കും. എല്ലാവർക്കും നമസ്കാരം.